എന്തായാലും വസുന്ധര മേഡം എല്ലാത്തിനെയും പൊക്കും. നമ്മൾ അത് തിരിച്ചു വരികയും ചെയ്യും. എന്നെ പരോളിറക്കി തന്നെ ഈ ഒരു കണക്ക് ചോദിക്കാൻ വേണ്ടി തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുക. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ വീണ്ടും ആ ഒരു ദുരന്തം അതേ കൂട്ടുകാർ അടുത്തൊരു ജീവൻ കൂടി പൊലിയുകയാണ് നമ്മുടെ സ്വന്തം പരമ്പരയിൽ. വേറെ ആരുടെയുമല്ല, സിദ്ധാർത്ഥന്റെ. അതെ, നമ്മുടെ പ്രകാശ് വന്ന് നമ്മുടെ എന്താ പറയാ ത്യാഗരാജന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ പരോളിനിറക്കിയത് തന്നെ ആ ഒരു പകരം വീട്ടാനാണ്, ആ ഒരു കണക്ക് ചോദിക്കാനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ത്യാഗരാജന്റെ അടുത്ത് എന്നിട്ട് പ്രകാശ് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ആ കണക്ക് തീർത്തിരിക്കും എന്നും പറയുന്നതും കാണാം കുറെ ഗുണ്ടകൾ നമ്മുടെ എന്താ പറയാ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് അരച്ചു കയറി വരുന്നത് കാണാം. സിദ്ധാർത്ഥനെ തലക്കിട്ടടിച്ച് സിദ്ധാർത്ഥന്റെ തലയിൽ നിന്നും ചോരയെ കൊലിച്ച് അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കാണാം. അപ്പൊ പ്രഭാവതി ഈ സൗണ്ടൊക്കെ കേട്ട് അടിയിൽ വരുന്നു. അപ്പൊ പ്രഭാവതി കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ സിദ്ധാർത്ഥൻ ചോരയിൽ കുളിച്ച് ബോധം കെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി നമ്മുടെ സിദ്ധാർത്ഥൻ ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കേട്ടോ. ഇതില് നമ്മുടെ സുഗമോ ദേവിയിൽ ഇങ്ങനെ മരണമൊക്കെ, ഒരാൾ കൊല്ലപ്പെടുന്നതൊക്കെ സാധാരണമായതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പുറത്താണെങ്കിലോ നമ്മുടെ വസുന്ധര മാഡം കുറെ പോലീസുകാരെയൊക്കെ നിയമിച്ച് ഈ ഒരു കേസ് നല്ല രീതിയിൽ അന്വേഷിക്കാൻ പോകുന്നു. ദേവിക നമ്മുടെ വീട്ടുകാർക്കൊക്കെ അവർ ഉറപ്പ് കൊടുക്കുന്നത്, നന്ദൻ ഉറപ്പായിട്ട് അടുത്ത് തന്നെ തിരികെ വരും എന്ന് ഉറപ്പ് കൊടുക്കുന്നതുമായിട്ടുള്ള കുറച്ച് രംഗങ്ങളാട്ടോ വേറെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.